ഹലോ എവ്രി വൺ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. നമ്മൾ ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഏതൊരു കമ്പനിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ്സ് ഉണ്ട്. അതിൽ ജനറൽ മീറ്റിംഗ്സ് ആർ വൺ എമംഗ് ദം. അതിലൊന്നാണ് എന്ത് ജനറൽ മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ജനറൽ ബോഡി വിളിക്കുന്ന മീറ്റിംഗ്സിനെയാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കാണ് കമ്പനിയുടെ എല്ലാ പവറും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതൊക്കെ ആ ഒരു ജനറൽ മീറ്റിങ്ങിലായിരിക്കും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള പവർ ഉണ്ടായിരിക്കുക. അപ്പോൾ എ ജനറൽ മീറ്റിംഗ് മേ ബി ആൻ ആനുവൽ മീറ്റിംഗ് ഓർ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഒരു ജനറൽ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗും ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും ആയിരിക്കും. അപ്പോൾ ആനുവലായിട്ട് വിളിക്കുന്ന മീറ്റിങ്ങിനെയാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് എ മീറ്റിംഗ്. ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനുള്ള പീരീഡ് എങ്ങനെയൊക്കെയാണ്? അതായത് ഏതൊരു കമ്പനിയും എവറി കമ്പനി അതർ ദാൻ വൺ പേഴ്സൺ കമ്പനി ഷാൾ ഹോൾഡ് ഇറ്റ്സ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ ദി പീരീഡ് ഓഫ് 9 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദി ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി കമ്പനി. അതായത് ഏതൊരു കമ്പനിക്കും വൺ പേഴ്സൺ കമ്പനി ഒഴികെയുള്ള ഏതൊരു കമ്പനിയുടെയും ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് 9 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദി ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് എ കമ്പനി. ആ കമ്പനി ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ 9 months ഉള്ളിലെങ്കിലും ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സബ്സിക്വൻ്റ് ആൻഡ് ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അതിൽ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 6 മാസത്തിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് മീറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 months കൂടാൻ പറ്റില്ല. അപ്പോൾ 15 മാസത്തിൻ്റെ ഉള്ളിൽ രണ്ട് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അപ്പോൾ ആ കമ്പനിക്ക് ഒരു മീറ്റിംഗ് ആ ഒരു ഇയറിൽ തന്നെ വേറൊരു മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ഇനി നോട്ടീസ് ഓഫ് ദി മീറ്റിങ്ങിൻ്റെ നോട്ടീസ് സെക്ഷൻ 101 പറയുന്നത്, അതായത് ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ടു കോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ബൈ ഗിവിങ് 21 days നോട്ടീസ് ടു ഓൾ ദി മെമ്പേഴ്സ് എൻറ്റൈറ്റിൽ ടു അറ്റൻഡ് ദി മീറ്റിംഗ്. ആരൊക്കെയാണോ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യേണ്ടത് അവർക്ക് എല്ലാവർക്കും 21 days ഉള്ളിൽ തന്നെ ഒരു നോട്ടീസ് ഡയറക്ടേഴ്സ് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒന്നെങ്കിൽ റൈറ്റ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആയിരിക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എവരി മെമ്പർ ഓഫ് ദി കമ്പനി, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓർ ഓഫ് എനി ഡിസീസ്ഡ് മെമ്പർ ഓർ ദി അസൈനി ഓഫ് ആൻ ഇൻസോൾവൻറ്റ് മെമ്പർ. അതായത് കമ്പനിയിലെ ഏതൊരു മെമ്പറും അതുപോലെ തന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവും അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻസോൾവൻറ്റ് മെമ്പർ ഉണ്ടായിരിക്കും, അതായത് സ്വത്തൊക്കെ നഷ്ടപ്പെട്ടുള്ള മെമ്പേഴ്സ്. അപ്പോൾ അവരുടെ ഒരു ഒഫീഷ്യൽ അസൈനിക്കോ ഈ ഒരു നോട്ടീസ് കൊടുക്കണം. രണ്ടാമതായിട്ട് കൊടുക്കേണ്ടതാണ് ദ ഓതർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഓഡിറ്റർ ഓഫ് ദി കമ്പനിയുടെ ഓഡിറ്റർ, അതായത് വെരിഫൈ ചെയ്യുക അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓഡിറ്റർ. അപ്പോൾ അവരുടെയും ഈ ഒരു നോട്ടീസ് അറിയിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവരി ഡയറക്ടർ ഓഫ് ദി കമ്പനിയുടെ ഏതൊരു ഡയറക്ടർക്കും ഈ ഒരു നോട്ടീസ് കൊടുക്കണം. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി അനക്സഡ് ടു ദി നോട്ടീസ് സെക്ഷൻ 102. സെക്ഷൻ 102 പ്രകാരം എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു നോട്ടീസിൽ അറ്റാച്ച് ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് കൺസേൺ ഓർ ഇൻട്രസ്റ്റ്, ഫിനാൻഷ്യൽ ഓർ അതർവൈസ് ഇഫ് എനി. അതായത് ഈ ഏത് നേച്ചറാണ്, കൺസേണിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അവിടെ ഇൻട്രസ്റ്റ് അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ മാനേജറിൻ്റെ കീ മാനേജർ പേഴ്സണിൻ്റെ അവർ റിലേറ്റീവ്സിൻ്റെ ഒക്കെ നേച്ചർ, അതുപോലെ ഇൻട്രസ്റ്റ് ഫിനാൻഷ്യൽ ആ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം. രണ്ടാമതെന്ന് പറയുന്നതാണ് എനി അതർ ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട്സ് ദാറ്റ് എനേബിൾസ് മെമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി മീറ്റിംഗ് സ്കോപ്പ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഓഫ് ബിസിനസ് ആൻഡ് ടു ടേക്ക് എ ഡിസിഷൻ ദെയർ ഓൺ. അതായത് വേറെ ഏതൊരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഫാക്ട്സോ മെമ്പർക്ക് മീറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പും അതുപോലെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും ബിസിനസ്സിൽ എങ്ങനെ ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടത് ആ കാര്യങ്ങൾ, അതിനുള്ള ഏതൊരു ഇൻഫർമേഷനും ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം നോട്ടീസിൻ്റെ ഒപ്പം. അതുപോലെ തന്നെ എനി സ്പെഷ്യൽ ബിസിനസ് ഇൻ ദി മീറ്റിംഗ് ഓഫ് ദി കമ്പനി affects or relates
any other company when shareholding of promoter, ഡയറക്ടർ, മാനേജർ ആൻഡ് കീ മാനേജറിയൽ പേഴ്സൺ. അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ബിസിനസ്സിൻ്റെ മീറ്റിങ്ങോ എഫക്റ്റ് ചെയ്യുകയാണ്, സ്പെഷ്യൽ ബിസിനസ്സിൻ്റെ മീറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡിങ്ങോ, പ്രൊമോട്ടറിൻ്റെ ഷെയർ ഹോൾഡിങ്, അതുപോലെ ഡയറക്ടേഴ്സ്, മാനേജർ, കീ മാനേജറിയൽ പേഴ്സൺസ് ഒക്കെ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ആ സ്പെഷ്യൽ ബിസിനസ്സും അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ കാണിക്കണം. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് അനക്സ് ടു ദി നോട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എഫക്റ്റ് ഓഫ് നോൺ കംപ്ലയൻസസ്. അതായത് കമ്പനി എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണ്, ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് there is a power on the part of the tribunal to call annual general meeting. സെക്ഷൻ 97 പ്രകാരം ട്രൈബ്യൂണൽക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കാനുള്ള പവർ ഉണ്ട്. ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ എനി മെമ്പർ ഓഫ് എ കമ്പനി. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയിലെ മെമ്പർ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ഈ കേസിൽ, അപ്പോൾ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? Consequent directions as it may think expedient, and such directions may include a direction that one member can present in person or by proxy shall constitute quorum. അതായത് ഏതെങ്കിലും കേസിൽ ട്രൈബ്യൂണൽക്ക് അങ്ങനെ വിളിക്കാനുള്ള ഒരു പവർ ഉണ്ട്, ജനറൽ മീറ്റിംഗ് വിളിക്കാനുള്ള പവർ ഉണ്ട്. അതെങ്ങനെയായിരിക്കണം? കമ്പനിയിലെ മെമ്പർ അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ബേസിസിലാണ് അങ്ങനെ ട്രൈബ്യൂണൽ വിളിക്കുക. പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ ട്രൈബ്യൂണൽ കോൺസിക്വൻ്റലായിട്ട് ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് വിളിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? വൺ മെമ്പർ ക്യാൻ പ്രസൻറ്റ് ഇൻ പേഴ്സൺ ബൈ പ്രോസി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് കോറം. അതായത് കോറം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു മെമ്പർക്ക് അതിൽ ഡയറക്ഷൻ കൊടുക്കാം, ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഇഫ് ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കോളിംഗ് ദി മീറ്റിംഗ് അക്കോർഡിംഗ് ടു സെക്ഷൻ 96 പ്രകാരം അല്ലെങ്കിൽ 97 പ്രകാരം എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണ്, മീറ്റിംഗ് കോൾ ചെയ്യാൻ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ സെക്ഷൻ 96 അല്ലെങ്കിൽ 97, 98 പ്രകാരം ദ കമ്പനി ആൻഡ് എവറി ഓഫീസർ ഓഫ് എ കമ്പനി ഹൂ ഇൻ ഡിഫോൾട്ട് ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees. അങ്ങനെ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ കമ്പനിക്കോ അല്ലെങ്കിൽ കമ്പനിയിലെ ഓഫീസർക്കോ പണിഷബിൾ ആയിരിക്കും ആ ഡിഫോൾട്ടിന്. അത് 1 lakh rupees വരെ പണിഷബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് മേ കംപ്രൈസ് ഓഫ് ഓർഡിനറി ബിസിനസ് ആൻഡ് സ്പെഷ്യൽ ബിസിനസ്. അതായത് ഏതൊക്കെ ബിസിനസ്സുമായിട്ടാണ് ട്രാൻസാക്റ്റ് ചെയ്യേണ്ടത് ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ? ഫസ്റ്റ് ഓർഡിനറി ബിസിനസ്. ഇവിടെ പറയുന്നതാണ് അഡോപ്ഷൻ ഓഫ് ആൻ ആനുവൽ അക്കൗണ്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഡയറക്ടേഴ്സിൻ്റെ അക്കൗണ്ട്, ആനുവൽ അക്കൗണ്ട്, അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടും ആനുവൽ ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ അഡോപ്റ്റ് ചെയ്യാം. അതാണ് ഓർഡിനറി ബിസിനസ്സിലെ മാറ്റേഴ്സ് ആയിട്ട് വരുന്നത്. രണ്ടാമത് പറയുന്നത് ടു ഡിക്ലെയർ ഡിവിഡൻഡ്. അതായത് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു ആനുവൽ അക്കൗണ്ടോ ഡയറക്ടേഴ്സ് റിപ്പോർട്ടോ അതുപോലെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ടു എലക്ട് ദി ഡയറക്ടേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ദോസ് റിട്ടയറിംഗ് ബൈ റൊട്ടേഷൻ. അതായത് റൊട്ടേഷൻ വഴി ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വഴിയായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയും ടു അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് ആൻഡ് ഫിക്സ് ദെയർ റെമുനറേഷൻ ഫിക്സ് ചെയ്യാനും അതുപോലെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. രണ്ടാമത് പറയുന്നത് സ്പെഷ്യൽ ബിസിനസ്സിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ എനി അതർ ബിസിനസ് ഷെഡ്യൂൾ ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് മീറ്റിംഗ് വിൽ ബി ഡീംഡ് ടു ബി സ്പെഷ്യൽ ബിസിനസ്. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന സമയത്ത് അതുപോലെ മെമ്മറാൻഡത്തിലൊക്കെ എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തുന്ന സമയത്തൊക്കെ ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സെക്രട്ടറി ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഈ ഒരു സെക്രട്ടറിക്ക് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ടൈമിൽ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? അതും ഇതുപോലെ 3 ആയിട്ടാണ് വരുന്നത്. ബിഫോർ ദി മീറ്റിംഗ്, അതുപോലെ അറ്റ് ദി മീറ്റിംഗ്, ആഫ്റ്റർ ദി മീറ്റിംഗ്, അങ്ങനെ 3 ആയിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ബിഫോർ ദി മീറ്റിങ്ങിൽ എൻഷുർ ദാറ്റ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ റെഡി.
അതായത് ഫസ്റ്റായിട്ട് ഇവർ ചെയ്യേണ്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ റെഡി ആണോ എന്നുള്ളത് അവർ ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടതാണ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി സബ്മിറ്റഡ് ടു ദി ബോർഡ് മീറ്റിംഗ് ഫോർ കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ. കൺസിഡറേഷൻ കിട്ടാനോ അല്ലെങ്കിൽ അവർക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടോ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബോർഡ് മീറ്റിംഗിൽ സബ്മിറ്റ് ചെയ്യുക. അതും ഈ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഡ്യൂലി ഒതൻറ്റിക്കേറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബി സബ്മിറ്റഡ് ടു ദി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി ഫോർ ദെയർ ഓഡിറ്റിംഗ് ഓഫ് ആനുവൽ അക്കൗണ്ട്സ്. അതായത് കമ്പനിയുടെ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അവർക്ക് ഓഡിറ്റേഴ്സിന്, കമ്പനിയിലെ ഓഡിറ്റേഴ്സിന് ഓഡിറ്റിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദ സെക്രട്ടറി വിൽ പ്രിപ്പയർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ചെയർമാൻ എ ഡ്രാഫ്റ്റ് ഓഫ് ദി ആനുവൽ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ആൻഡ് ചെയർമാൻ സ്പീച്ച്. അതായത് ആ ചെയർമാൻ്റെ സ്പീച്ചിൽ എന്തൊക്കെ വരണം, അതുപോലെ ഡയറക്ടറിൻ്റെ റിപ്പോർട്ടിൽ, ആനുവൽ റിപ്പോർട്ടിൽ എന്തൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും സെക്രട്ടറിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറി മസ്റ്റ് ഇഷ്യൂ എ നോട്ടീസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദി ഡേറ്റ് ഓഫ് മീറ്റിംഗ്. അതായത് കമ്പനിയിലെ സെക്രട്ടറി നോട്ടീസ്, മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഡയറക്ടേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന്, ഓഡിറ്റേഴ്സിന്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ അവരെന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഇതൊക്കെ മീറ്റിങ്ങിന് മുന്നേ ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അറ്റ് മീറ്റിംഗ് സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ടു ഗെറ്റ് ദ അറ്റൻഡൻസ് രജിസ്റ്റേർഡ് സൈൻഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റൻഡൻസ് രജിസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുക, അത് വാങ്ങുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഹാവ് ദി ചെയർമാൻ ഇൻ അസർട്ടൈനിങ് ദി കോറം. ചെയർമാന് കോറമൊക്കെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക, ചെയർമാനെ ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു റീഡ് ദി നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് വിത്ത് ദി പെർമിഷൻ ഓഫ് ദി ചെയർമാൻ. അതായത് നോട്ടീസ് മീറ്റിംഗ് പെർമിഷൻ, ചെയർമാൻ്റെ പെർമിഷനോട് കൂടി നോട്ടീസ് അവരെന്ത് ചെയ്യാണ്, റീഡ് ചെയ്യുക. അതും ആ ഡ്യൂട്ടിയും സെക്രട്ടറിക്കാണ്. നെക്സ്റ്റ് റീഡ് ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് ഓൾസോ റീഡ് ദി ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. അതായത് ഇവർ റീഡ് ചെയ്യുന്നതിൻ്റെ അവരുടെ സമ്മതത്തോടു കൂടി ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും അതുപോലെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടൊക്കെ വായിക്കുക. നെക്സ്റ്റ് ടു ഹെൽപ്പ് ദി ചെയർമാൻ ഇൻ ദി കണ്ടക്ട് ഓഫ് ദി മീറ്റിംഗ് ഇൻക്ലൂഡിങ് കണ്ടക്ട് ഓഫ് പോൾ, കൗണ്ടിങ് ഓഫ് വോട്ട്സ്. അതായത് പോള്, അതുപോലെ വോട്ടിങ്ങിൻ്റെ പോള്, അതുപോലെ വോട്ടിംഗ് കൗണ്ട് ചെയ്യാനൊക്കെ ചെയർമാനെ ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു സപ്ലൈ ടു ദി ചെയർമാൻ എനി ഇൻഫർമേഷൻ വിച്ച് ഹി മേ ബി റിക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് മാറ്റേഴ്സ് റേസ്ഡ് ഇൻ ദി മീറ്റിംഗ്. അതായത് ചെയർമാന് ഇൻഫർമേഷൻസ്, മീറ്റിങ്ങിനെ കുറിച്ചുള്ള, മീറ്റിങ്ങിൽ എന്തൊക്കെ മാറ്റേഴ്സാണ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ആഫ്റ്റർ ദി മീറ്റിങ്ങിൽ സെക്രട്ടറിക്കുള്ള ഡ്യൂട്ടീസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദി മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിങ്സ്. കമ്പനിയുടെ മിനിറ്റ്സ് പ്രൊസീഡ് ചെയ്യാനുള്ളത് പ്രിപ്പയർ ചെയ്യുക. അതായത് കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മിനിറ്റ്സ് ബുക്ക് ഉണ്ട്, അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഗെറ്റ് ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് അപ്രൂവ്ഡ് ബൈ ദി ചെയർമാൻ ആൻഡ് ഗെറ്റ് ദം സൈൻഡ് ഹിം വിത്തിൻ 30 days ഓഫ് ദി മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും, ചെയർമാനും അതുപോലെ ചെയർമാൻ സൈൻ ചെയ്യുക, മീറ്റിങ്ങിൽ സൈൻ ചെയ്യുക. അത് നോക്കേണ്ട ഉത്തരവാദിത്വം ഈ ഒരു സെക്രട്ടറിക്കാണ്. പിന്നെ പറയുന്നതാണ് ടു സെൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദി അപ്പോയിൻമെൻറ്റ് ഓർ റീ അപ്പോയിൻമെൻറ്റ് ടു ദി ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. അതായത് അപ്പോയിൻമെൻറ്റിനും അതുപോലെ റീ അപ്പോയിൻമെൻറ്റ്, ഡയറക്ടേഴ്സിനും ഓഡിറ്റേഴ്സിനുള്ള റീ അപ്പോയിൻമെൻറ്റിനൊക്കെയുള്ള ഇൻറ്റിമേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഫയൽ വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days of the meeting the copies of balance sheet, profit and loss account and special resolution adopted and unanimous. അതായത് കമ്പനിയിലെ മീറ്റിങ്ങിന് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും അതുപോലെ റെസൊല്യൂഷൻസിൻ്റെ ഒക്കെ ഒരു കോപ്പീസ് ഫയൽ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഓപ്പൺ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് നോൺ ആസ് ഡിവിഡൻഡ് അക്കൗണ്ട്. പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അതെവിടെ ആയിരിക്കണം? ഷെഡ്യൂൾഡ് ബാങ്കിലായിരിക്കണം. അതുപോലെ ഡിവിഡൻഡ് അക്കൗണ്ടാണത്, അതിൽ ഡിവിഡൻഡ് എത്രയാണ് പേയബിൾ ചെയ്തിട്ടുള്ളത് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു സെറ്റ് ദി ഡിവിഡൻഡ് വാറൻറ്റ്സ് ആൻഡ് ദി ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ദി ഓതറൈസ്ഡ് പേഴ്സൺ. അതായത് ഡിവിഡൻഡ് വാറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ സെറ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഓതറൈസ്ഡ് പേഴ്സണെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കലൊക്കെ ഈ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസാണ്. അപ്പോൾ ഇത്രയാണ് ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറീസ് ഇൻ കണക്ഷൻ വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ്.